കേരളം പ്രതീക്ഷിച്ച ഹൈസ്പീഡ് റെയിൽ സിൽവർ ലൈൻ വണ്ടി ലേറ്റാകാനാണ് സാധ്യത. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി തീരും മുൻപ് സിൽവർ ലൈന് കേന്ദ്രത്തിൽ നിന്ന് പച്ചക്കൊടി കിട്ടാനുള്ള സാധ്യത മങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായ KV തോമസിന് പ്രതീക്ഷയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേന്ദ്രം അനുമതി നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. നമ്മൾ പ്രതീക്ഷയിലാണ്, നമ്മളിതിൻ്റെ കൂടെ നിൽക്കുവാണ്. മുഖ്യമന്ത്രി കൂടെ നിൽക്കുന്നുണ്ട്. ജനങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും. പിന്നെ എല്ലാവർക്കും അറിയാം ഈ ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരുമെന്ന്. അതിലൊരു ചിന്താഗതി ഉണ്ടല്ലോ ജനങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ആ ഭയപ്പാടൊന്നും ജനങ്ങൾക്ക് ഉണ്ടാവില്ല. അനുമതി നൽകാത്തത് കേന്ദ്രമാണെന്നും അത് ജനത്തിന് മനസ്സിലാകുമെന്നും പറയാം, കുഴപ്പമില്ല. പക്ഷേ ജനത്തിന് മനസ്സിലാകാത്തതും അംഗീകരിക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യമുണ്ട്. സിൽവർ ലൈനു വേണ്ടി മഞ്ഞക്കുറ്റി ഇടത്തൊന്നും സ്ഥലം വാങ്ങാനോ വിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. സ്ഥലം ഏറ്റെടുത്തതുമില്ല. ഇപ്പോൾ പദ്ധതിയെക്കുറിച്ച് ഉറപ്പുമില്ല. നിയമപരമായി ഈ സ്ഥലമൊക്കെ സ്വതന്ത്രമായിട്ടുണ്ടെങ്കിലും നാട്ടുകാർക്ക് സംശയം ബാക്കിയാണ്. പദ്ധതിയുടെ കാര്യത്തിൽ വെറുതെ ഇല്ലാത്ത പ്രതീക്ഷ കൊടുത്ത് സ്ഥല കൈമാറ്റമൊക്കെ വീണ്ടും പ്രതിസന്ധിയിലാക്കണോ? പദ്ധതിയുടെ കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ മഞ്ഞക്കുറ്റി എന്ന കല്ല് നാട്ടുകാരുടെ നെഞ്ചത്ത് നിന്ന് നമുക്കൊന്ന് ഇറക്കി കൊടുത്തുകൂടെ? കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽ അനുവദിക്കുന്ന കാര്യത്തിലെ കേന്ദ്ര സർക്കാരിന്റെ വിരുദ്ധ നിലപാടിന്റെ പ്രശ്നം തൽക്കാലം അവിടെ നിൽക്കട്ടെ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്രം എന്തു തന്നു? നമുക്ക് ആദ്യം ഒരു ദൃശ്യമൊന്ന് കാണാം. ദുരന്ത സ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രിയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആവശ്യപ്പെട്ടതിന്റെ 10% മാത്രമാണ് സഹായം നൽകിയിരിക്കുന്നത്. 2221 കോടി രൂപ ചോദിച്ചപ്പോൾ കിട്ടിയത് വെറും 260.56 കോടി രൂപ മാത്രമാണ്. ഇത് കേരളത്തോടുള്ള സമീപനത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. കാരണം BJP ഭരിക്കുന്ന അസമിന് മാത്രമായി 2022 പ്രളയം, ഉരുൾപൊട്ടൽ, പുനരധിവാസ പ്രവർത്തനത്തിന് 1270.78 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. അസമിലും കേരളത്തിലും ഭരിക്കുന്ന സർക്കാരുകളുടെ രാഷ്ട്രീയത്തിലും കൊടിയുടെ നിറത്തിലും മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടിടത്തും ദുരിതമനുഭവിച്ചവർ മനുഷ്യരാണ്. നഷ്ടമുണ്ടായത് മനുഷ്യർക്കാണ്, നാടിനാണ്. ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ കേരളം ചോദിക്കുന്നത് മൊത്തം തന്നില്ലെങ്കിലും അർഹിക്കുന്നതെങ്കിലും തരണം.